യേശുവിൽ പ്രിയപ്പെട്ടവരെ, നാം ഒരു വ്യക്തിയെപ്പറ്റി അറിയുന്നു. ആ വ്യക്തിയുടെ പേര്, വ്യക്തിയുടെ മാതാപിതാക്കളുടെ പേര്, വീട്ടുപേര്, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, ഇങ്ങനെ വ്യക്തിയെപ്പറ്റി പല കാര്യങ്ങളും അറിഞ്ഞാലും ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം തോന്നണമെന്നില്ല. ആ വ്യക്തിയെ അറിഞ്ഞു കഴിയുമ്പോൾ അയാളുടെ വിചാരവികാരങ്ങളും ആഗ്രഹങ്ങളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തിയോട് പ്രത്യേക ഒരു അടുപ്പം, സ്നേഹം നമുക്ക് തോന്നാറുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഈശോയെപ്പറ്റി ഒത്തിരി അറിയാം. പക്ഷേ ഈശോയെ അറിയാവോ? ഈശോയെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ശരിക്കും വിശ്വാസം ജീവിക്കാൻ പറ്റാതെ വരുന്നത്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്ന് സങ്കീർത്തകൻ 23 പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നുണ്ടെന്ന്. നമ്മളെ ഓരോരുത്തരെയും അറിഞ്ഞാണ് ഈശോ സ്നേഹിക്കുന്നത്. നമ്മളും തിരിച്ച് ഈശോയെ അറിഞ്ഞാലേ ഈശോയെ ശരിക്കും സ്നേഹിക്കാൻ പറ്റും. എങ്കിലേ ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തോന്നുകയുള്ളൂ. അങ്ങനെ യേശുവിനെ അറിയാൻ വചനം വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.